ഫ്രണ്ട്സ്, ഹജോലിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒപ്പം നമ്മളൊരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കാൻ പോവുകയാണ്. ഉണ്ടാക്കുന്നത് ഇപ്പോൾ ട്രെൻഡായിട്ടുള്ള കൂന്തൽ നിറച്ചതാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അപ്പോൾ ആദ്യം നമ്മൾ കൂന്തൽ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ വേറെ വേറെ ആക്കി വെക്കണം. പിന്നെ 2 ഉള്ളി ഇങ്ങോട്ട് പാനിലോട്ട് കുറച്ച് ഓയിലിട്ട് കൊടുക്കുക. സ്റ്റൗ കത്തിച്ചിട്ട് പാനിലോട്ട് കുറച്ച് ഓയിലിട്ട് കൊടുക്കുക. ആ അരിഞ്ഞ ഉള്ളി നമ്മൾക്ക് ഈ ഒരു പാനിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു മുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് രണ്ടും കൂടി നല്ല മിക്സ് ആക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കോഴിക്കോട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ വെളുത്തുള്ളി തന്നെ, വെളുത്തുള്ളി, പിന്നെ അതുപോലെ കരിവേപ്പില, ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം മൂടി വെച്ച് വേവിച്ചിട്ട് ഒന്ന് എടുത്ത് നോക്കാം. പിന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കോഴിക്കോട് ബീച്ചിൽ ട്രെൻഡിങ് ആയിരിക്കുന്ന സാധനമാണ് ഈ കൂന്തൽ നിറച്ചത്. അപ്പം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞെടുത്ത് കോഴിക്കോട് ബീച്ചിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ഈ കൂന്തൽ നിറച്ചത്. ഒരു 5 മിനിറ്റ് നമ്മളിത് മൂടി വയ്ക്കുക. ഉള്ളിയൊക്കെ ഇങ്ങോട്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് ഇടാനുള്ളത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അര ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മൾ കോഴിക്കോട് ബീച്ചിലത്തെ കൂന്തൽ നിറച്ചത് എങ്ങനെയാണെന്നറിയില്ല. ഈ കൂന്തൽ നിറച്ചത് ഇത് വീട്ടിലുണ്ടാക്കിയതാണ്. പിന്നെ കുറച്ച് കൂന്തലിൻ്റെ സൈഡത്തെ ജർഗൊക്കെ കടിക്കാനായിട്ട് നമുക്ക് കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു തക്കാളീൻ്റെ ചെറിയ പീസ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇട്ടിട്ട് വീണ്ടും മിക്സ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് മൂടി വയ്ക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് തേങ്ങ ചിരണ്ടിയത്, ചെറിയുള്ളി, പെരിഞ്ജീരകം 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. മിക്സിയിലൊന്ന് ഒതുക്കിയെടുത്തതിൻ്റെ ശേഷം നമ്മൾ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച ആ ഒരു സംഭവത്തിലോട്ട് നമ്മളിതൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ കഴുകി വൃത്തിയാക്കിയ കൂന്തലിലിട്ട് നമ്മൾക്ക് ഈ ഒരു ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഈ ഒരു മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൂന്തലിൻ്റെ ഉള്ളിലോട് നമ്മൾ ഫുള്ള് ഫില്ല് ചെയ്യണം. എന്നാലേ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ആ കൂന്തലിൻ്റെ തലഭാഗം ഉണ്ടല്ലോ, ആ തലഭാഗം എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുക. എന്ന് വെച്ചാൽ തിരികെ കൊടുക്കുക. നമ്മളത് ക്ലോസ് ചെയ്യുകയാണ്. പിന്നെ ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കുക. ഞങ്ങളെ കയ്യിൽ ടൂത്ത് പിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിവിടെ ഈർക്കിളിയാണ് എടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമുക്ക് അതുപോലെ മുഴുവനും ആക്കി എടുത്താലോ? അങ്ങനെ നമ്മളത് മുഴുവനും ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് ആവിക്ക് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. നന്നായിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുക. പിന്നെ അപ്പോൾ നമ്മൾ വേവിച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഗരം മസാലയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു. ഈ സ്പൈസസ് ഇട്ടിട്ട് വെളിച്ചെണ്ണയിലിട്ടിട്ട് മൂവിക്കുക. അങ്ങോട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങോട്ട് നമ്മൾ ആ കൂന്തൽ നമ്മൾ വെച്ച ഈ ഒരു പാനിലോട്ട്, മസാല വെച്ച ഈ ഒരു പാനിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കാണുമ്പോൾ തന്നെ നല്ല കൊതി വരുന്നുണ്ടല്ലേ. അപ്പം നല്ല അടിപൊളി കൂന്തൽ നിറച്ചത് ഇവിടെ തയ്യാറായി. ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ തിന്നോക്കാം. അടിപൊളി. ഇത് വെറുതെ കോഴിക്കോട് ബീച്ചിൽ പോയി കഴിക്കണ്ട. നമ്മൾ നോക്കിയാൽ മതി. വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. കോഴിക്കോട് ബീച്ചിൽ ഇതിന് 130. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇത് വൈകുന്നേരം ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.
അപ്പോൾ നമ്മൾ അങ്ങനെ ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പൊ ഗൈസ് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കാണുന്നവര് ഞങ്ങൾ കൂടി പോവാണ്. അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, എടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. അപ്പൊ നമുക്ക് സോറി അപ്പൊ എല്ലാവർക്കും ഇനിയുള്ള കൊച്ചു കൊച്ചു വീഡിയോസ് ആയി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.